السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة الرابعة من جلسات سورة المائدة. ഖുർആൻ പഠനത്തിനുൾപ്പെടെ കീഴിൽ നടന്നു വരുന്ന അൽ-മാഇദ പഠന പരിശീലനത്തിന്റെ 4ാം സിറ്റിംഗിലാണ് നാം ഇന്നുള്ളത്. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ പഠനത്തിന്റെ മാർഗത്തിൽ നാം ദ്രുതഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 14 മുതൽ 17 വരെയുള്ള സൂക്തങ്ങളാണ് പഠിക്കാനായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ തന്നിരുന്നത്. അത് പഠിച്ച് ചർച്ച ചെയ്ത് എല്ലാവരും ഇപ്പോഴല്ല ആദ്യം പറയേണ്ടത്, നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ വായിച്ച് സംശയമുള്ള വാക്ക് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 97, 98, 99% വരെ ആയിരുന്നു നിങ്ങളുടെ ഗ്രാഫ്. അപ്പൊ അതിൽ നിന്നാണ് പിന്നീട് ഞാൻ പറഞ്ഞു കുറെ വാക്കുകൾ പലരും ചോദിച്ച പല വാക്കുകളും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതായിരുന്നു. സനഅ, അതേപോലെ അഖ്ഫ പോലുള്ള വാക്കുകളൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള വാക്കുകളാണ്. പിന്നീട് ഒരു വാക്ക് മാത്രമാണ് നമുക്ക് തികച്ചും പുതുതായിട്ടുള്ളത്. നേർക്ക് നേരെയോ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ പുതിയ വാക്കുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു വാക്കൊഴികെ ബാക്കിയെല്ലാം നാം പഠിച്ച വാക്കുകളാണ്. നമുക്ക് നോക്കാം. നമുക്ക് 9:30 നിർത്താം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എൻ്റെ കാര്യമേ ഉള്ളൂ, നമ്മൾ ഒരുപാട് ഇതിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ കഴിഞ്ഞ പാഠവുമായി ബന്ധപ്പെട്ട് തന്നിരുന്ന ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പം ഇനി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം അത് വർക്ക് ചെയ്യാൻ തന്നത് എന്തുദ്ദേശത്തിലാണോ അത് നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തരം പൂർണ്ണമാകാം, ഭാഗികമാകാം, എന്തായിരുന്നാലും നിങ്ങൾക്കതിൻ്റെ കാര്യഗൗരവങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الذين قالوا إنا نصارى أخذنا ميثاقهم فنسوا حظا مما ذكروا به فأغرينا بينهم العداوة والبغضاء إلى يوم القيامة وسوف ينبئهم الله بما كانوا يصنعون. يا أهل الكتاب قد جاءكم رسولنا يبين لكم كثيرا مما كنتم تخفون من الكتاب ويعفو عن كثير. قد جاءكم من الله نور وكتاب مبين يهدي به الله من اتبع رضوانه سبل السلام ويخرجهم من الظلمات إلى النور بإذنه ويهديهم إلى صراط مستقيم. لقد كفر الذين قالوا إن الله هو المسيح ابن مريم قل فمن يملك من الله شيئا إن أراد أن يهلك المسيح ابن مريم وأمه ومن في الأرض جميعا ولله ملك السماوات والأرض وما بينهما يخلق ما يشاء والله على كل شيء قدير. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ചർച്ച വരുമ്പോൾ വാക്യഘടന മനസ്സിലാകാത്തത് കൂടി നിങ്ങൾ
ഇങ്ങോട്ട് ചോദിക്കണം. ഒറ്റവാക്കർത്ഥം പഠിച്ചാൽ മാത്രം പോരാന്ന് മനസ്സിലായല്ലോ. വാക്യഘടനയിൽ ഏതെങ്കിലും തരത്തിൽ അർത്ഥം വെച്ചു പോകുമ്പോൾ ആശയം മനസ്സിലാകുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കും. അത് കൂടി അറിയാത്ത പദങ്ങളുടെ അല്ലെങ്കിൽ അറിയാത്ത ഭാഗത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടും. ഒറ്റവാക്കർത്ഥം മനസ്സിലാകുന്നു, പക്ഷെ ഒരുമിച്ചുള്ള അർത്ഥം മനസ്സിലാകുന്നില്ലെങ്കിൽ അതുകൂടി അടുത്ത പ്രാവശ്യം പോലെ എഴുതിയിടണം. അതോടൊപ്പം പ്രതികരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പലരും പ്രതികരിച്ചത് കൊണ്ട് ഞാനത് കാര്യമായി വെരിഫൈ ചെയ്തിട്ടില്ല ആരൊക്കെ പ്രതികരിച്ചു ആരൊക്കെ പ്രതികരിച്ചിട്ടില്ല. പ്രതികരണം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിയാത്മകമായുള്ള പഠനത്തിന്റെ ഭാഗമാകും. പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പഠന നിലവാരം അല്ലെങ്കിൽ പഠനത്തിന്റെ ക്രിയാത്മകത പിന്നിലേക്കായിരിക്കും പോവുക. ഓക്കെ. ഒമിനല്ലദീന ഖാലൂ ഇന്നാ നസാറ. നസാറ നമുക്കറിയാം, നേരത്തെ പഠിച്ചിട്ടുണ്ട്. നസ്രാനി എന്നതും ഞാൻ പഠിച്ചിട്ടുണ്ട്. നസ്രാനിയൻ. അപ്പൊ നസ്രാനി എന്നതിന്റെ ബഹുവചനമാണ് നസാറ. അഖദ്നാ മീസാഖഹും വമിനല്ലദീന ഖാലൂ, വമിനല്ലദീന ഒരു ഭാഗത്തിൽ നിന്നും, അല്ലദീന ഖാലൂ വീണ്ടും എടുക്കുക. അല്ലദീന ഖാലൂ അവർ പറഞ്ഞവരാണ്, ഇന്നാ നസാറ ഞങ്ങൾ നസ്രാനികളാണ് എന്ന് പറഞ്ഞവർ. അഖദ്നാ മീസാഖഹും അവരിൽ നിന്നും നാം, മിനല്ലദീന എന്ന് പറഞ്ഞല്ലോ, അവരിൽ നിന്നും എന്നാണ്. എന്നിട്ട് അല്ലദീന ഖാലൂ ഇന്നാ നസാറ എന്ന് പറഞ്ഞെടുത്ത് അപ്പോ അവിടെ ഒരു വിശദീകരണമാണ്. പിന്നീട് അഖദ്നാ മീസാഖഹും വമിനല്ലദീന വഅഖദ്നാ മിനല്ലദീന ഖാലൂ ഇന്നാ നസാറ എന്ന് പറഞ്ഞതുപോലെയാണ്. ഞങ്ങൾ നസ്രാനികളാണ് എന്ന് പറഞ്ഞവരിൽ നിന്നും നാം ചെയ്തിട്ടുണ്ടായിരുന്നു, കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഫബിമാ നഖ്ദിഹിം മീസാഖഹും എന്ന് പറഞ്ഞല്ലോ, അവരുടെ കരാർ ലംഘനം കാരണമായി എന്ന് നേരത്തെ 13-ാം സൂക്തത്തിൽ പറഞ്ഞു. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, അത് യഹൂദികളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ നസാറകളെ കുറിച്ച് അല്ലെങ്കിൽ നസ്രാനികളെ കുറിച്ച് പറയുകയാണ്. നസ്രാനികളിൽ നിന്നും നാം കരാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫനസൂ ഹള്ളം മിമ്മാ ദുക്കിറു. ഹള്ളിൽ നമ്മൾ എന്താ വിളിച്ചത്? ഷെയർ, ഓഹരി, ഭാഗം. അപ്പൊ ഇവിടെ ഹള്ളം മിമ്മാ ദുക്കിറു ബിഹി എന്ന് പറഞ്ഞാൽ അവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊടുത്തപ്പെട്ട അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തപ്പെട്ട, അവർ ഓർമ്മിച്ചു കൊടുത്ത കാര്യങ്ങളിൽ നിന്നും ഒരു ഷെയർ അവർ മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭാഗം അവർ മറന്നു കളഞ്ഞു എന്ന ആശയത്തിലാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചരിത്രത്തിലേക്ക് പോകുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മളെ ഹാലിലേക്ക് വരണം. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇതിന്റെ അവതരണ പശ്ചാത്തലം, അവരോട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതേ വിഷയം നമ്മൾ ഇപ്പോൾ ഉണ്ടോ എന്ന് നോക്കുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ നാം അനസീന ഹള്ളം മിമ്മ ദുക്കിർന, നമ്മോട് പരാമർശിക്കപ്പെട്ട, നമ്മോട് ഉണർത്തപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും നാം മറന്നു കളഞ്ഞിട്ടുണ്ടോ, പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നുണ്ടോ? അത് ചിന്തിക്കാനാണ് അവരോടുള്ള കാര്യം ഇവിടെ എടുത്തു പറയുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചു? അവരത് മറന്നു കളഞ്ഞത് കാരണമായി ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ അവര് വേദഗ്രന്ഥത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് ഇറക്കപ്പെട്ടതിന്റെ, അവരോട് പഠിപ്പിക്കപ്പെട്ടതിന്റെ, അവർക്ക് പഠിപ്പിക്കപ്പെട്ടതിന്റെ മുഖ്യഭാഗം അല്ലെങ്കിൽ കാര്യമായ ഭാഗങ്ങൾ മറന്നു കളഞ്ഞപ്പോൾ അഹ്റൈന ഏതു ഇളക്കി വിട്ടു, ഒരു ഫസാദ് ഇളക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞാണ് ഡിക്ഷണറിയിലുള്ളത്. അഹ്റൈനൽ ഫസാദ്, അഹ്റൽ ഫസാദ, കുഴപ്പം ഇളക്കി വിട്ടു എന്നൊക്കെയാണ് അതിൽ ഡിക്ഷണറി ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും ഒരു തെറ്റായ സംഭവം ഉയർത്തി വിടുക, ഇളക്കി വിടുക, കുഴപ്പം ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അഹ്റൈന എന്ന വാക്ക്.
അഗ്റൈന ബൈനഹും അവർക്കിടയിൽ നാം ഇളക്കി വിട്ടു അൽ അദാവത്ത് ശത്രുത, വൽ ബഗ്ദാ ബുഗ്ദ് കോപം, ബഗ്ദാ കോപം, രോഷം, ശത്രുത എല്ലാം വരും അതിനകത്ത്. ശത്രുതയും അദാവത്ത് അവിടെ വന്നു. ഇവിടെ എന്താണ്? രോഷവും പകയും അതേപോലെ ഉള്ള സംഗതിയാണ്. കോപവും ഒക്കെയാണ് ബഗ്ദാ, ബുഗ്ദ് കോപം, അദാവത്ത വൽ ബഗ്ദാ. അപ്പൊ അത് മറന്നു കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശത്രുതയും കോപവും പരസ്പരമുള്ള ശത്രുതയും കോപവും അവർക്കിടയിൽ ഇളക്കി വിട്ടു. ഇതെന്ന് തീരും? ഇലാ യൗമിൽ ഖിയാമ. അതൊരിക്കലും തീരാത്ത, എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്ത ശത്രുതയും കോപവും അവർക്കിടയിൽ ഇളക്കി വിട്ടു. ഇത് നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു നല്ല കാര്യവുമായി ഒരാൾ രംഗത്ത് വന്നാൽ സംഘടനകൾക്ക് അതീതമായി നമുക്ക് അയാളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? പിന്തുണയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെയാണ് വിഷയം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അപ്പൊ ഇത് എന്ന് തീരും? ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഇങ്ങനെ തന്നെ ഇത് നടക്കും, തുടരും. വസൗഫ യുനബ്ബിഉഹും അല്ലാഹു ബിമാ കാനൂ യസ്നഊൻ, യാനി ബിമാ കാനൂ യഅമലൂൻ. സ്വനഅ, അമില, ഫഅല മൂന്നും പര്യായ പദങ്ങളാണ്. സ്വനഅ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, അമില പ്രവർത്തിച്ചു, പിന്നെന്താ പറഞ്ഞ? ഫഅല പ്രവർത്തിച്ചു. ഇതിനൊക്കെ പ്രത്യേകം അർത്ഥങ്ങൾ ഉണ്ട്. നമുക്ക് ഞാൻ ഡിക്ഷണറിയുടെ ലിങ്ക് തരാം. ഇതിന് ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഖുർആൻ കോർപ്പസ് എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൈറ്റ് ഉണ്ട്. അവിടെ കയറി ഇതിനൊക്കെ ഓരോ വാക്കുകളും എന്ത് ചെയ്യാം? സെർച്ച് ചെയ്യാം. ഈ വാക്കുകൾ വന്നിട്ടുള്ള പദങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, അവിടെയൊക്കെ ഏത് രീതിയിലാണ് വന്നിരിക്കുന്നത്. പണ്ഡിതന്മാർ ഈ മൂന്നിനും മൂന്നർത്ഥമുണ്ടെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഓരോ വാക്കുകളും പ്രത്യേകം ഉപയോഗിച്ചു എന്നതിന് കാരണങ്ങളൊക്കെ പറയും. നമ്മൾ ഇപ്പൊ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പറയുന്നത് ഈ മൂന്നും ആശയം നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുമ്പോൾ ഒരേപോലെയാണ്. ബിമാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞതുപോലെയാണ് ബിമാ കാനൂ യസ്നഊൻ. പക്ഷേ എന്താണ് അതിന്റെ വിശദാംശങ്ങളെന്ന് നമുക്ക് നോക്കിയാൽ ആയത്തുകളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എവിടെയൊക്കെ ഫഅല ഉപയോഗിച്ചു, എവിടെയൊക്കെ അമില ഉപയോഗിച്ചു, എവിടെയൊക്കെ സ്വനഅ ഉപയോഗിച്ചു. നമ്മൾ ഹൃദയസ്ഥമാക്കുമ്പോഴും മനഃപ്പാടമാക്കുമ്പോഴും ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാനൂ യഫ്അലൂൻ, കാനൂ യസ്നഊൻ ഒക്കെ വരുന്നുണ്ട്. യാ അഹ്ലൽ കിതാബ്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഫസൗഫ യുനബ്ബിഉഹും അല്ലാഹു ബിമാ കാനൂ യസ്നഊൻ, അവരെന്തൊക്കെയാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് പ്രവർത്തിച്ചു കൂട്ടുന്നത് എന്ന് അള്ളാഹ് പിന്നീട് അവർക്ക് പറഞ്ഞു കൊടുക്കും. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅക്കും റസൂലുനാ, വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരെ, ഖദ് ജാഅക്കും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഡൺ എന്ന് പറഞ്ഞതുപോലെയാണ്. ഓൾറെഡി ഹാപ്പൻഡ് എന്നർത്ഥമാണ് കഥ കഴിഞ്ഞു, കടന്നു കഴിഞ്ഞു. അതിന് ശേഷം ഫിഅൽ മാദിയാണെങ്കിൽ, അതിന് ശേഷം ഫിഅൽ മുളാരി ആണെങ്കിലോ വ്യത്യാസമാണ്. കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ ഇപ്പൊ പഠിപ്പിച്ചിട്ടിരിക്കുന്നുണ്ട് മൂന്നാം ഭാഗത്തിൽ. എന്തായാലും ഫിഅൽ മാദി വന്നാൽ ഉറപ്പായും നടന്നു കഴിഞ്ഞു. അപൂർണക്രിയ വരുമ്പോൾ അതിൽ സംശയവും അപൂർണതയും വരും. ഇവിടെ ഖദ് ജാഅക്കും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്, റസൂലുന നമ്മുടെ ദൂതൻ, യുബയ്യിനു ലക്കും. അപ്പൊ ഇവിടെ യുബയ്യിൻ എന്ന് പറഞ്ഞത് ഹാലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാല് അവസ്ഥ പറയാൻ വേണ്ടി എന്ത് സംഗതിയാണ് ഇവിടെ ഉപയോഗിച്ചത്? ഫിഅൽ മുളാരി ഉപയോഗിച്ചു. റസൂലിന യുബയ്യിനു ലക്കും, വ്യക്തമാക്കിക്കൊണ്ട് ദൂതൻ വന്നു കഴിഞ്ഞു. എന്താണ് വ്യക്തമാക്കി തന്നത്? കസീറം മിമ്മാ കുന്തും തുഖ്ഫൂന, അഖ്ഫ യഖ്ഫി, മറച്ചു വെച്ചു. മാ കുന്തും തുഖ്ഫൂൻ, നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടേയിരുന്ന, കാന ആയിരുന്നു, വെച്ചുകൊണ്ടേയിരുന്നു.
അങ്ങനെ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് യുബയ്യിനുലക്കും, എവിടെന്ന്? മിനൽ കിതാബി, ഗ്രന്ഥത്തിൽ നിന്ന്. ഇപ്പൊ ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രന്ഥത്തിൽ നിന്നും, അള്ളാഹ് ഇറക്കിയ ഗ്രന്ഥത്തിൽ നിന്നും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? മറച്ചു വെക്കുന്നു. മറച്ചു വെക്കുന്ന പല രീതിയിലാകാം. ചിലപ്പോൾ അവര് അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഉണ്ട് എന്ന കാര്യം ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നില്ല. അത് അവരുടെ പ്രസംഗങ്ങളിലും അതേപോലെ സംഭാഷണങ്ങളിലും പാഠങ്ങളിലും ഒന്നും അത് ആ കാര്യങ്ങൾ എടുത്തു പറയുന്നില്ല. അതുമാകാം. അതേപോലെ ചില കാര്യങ്ങൾ വെട്ടിക്കളഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ മാത്രം അവർ പറയുന്നതും ആകാം. എന്തായിരുന്നാലും ഇത് നമ്മുടെ സമൂഹത്തിലും ഉണ്ടെങ്കിൽ അത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് പറയാനാണ് ഈ പറയുന്നത്. നമുക്ക് അന്ത്യപ്രവാചകൻ വന്ന എന്തിനാണ്? ഖുർആൻ നമുക്ക് വന്നിരിക്കുന്ന എന്തിനാണ്? കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതിനാണ്. ഇതിലുള്ള ഒരു കാര്യങ്ങളും നാം അപ്രസക്തമാണെന്നോ അല്ലെങ്കിൽ പരിഗണന അല്ലാത്ത നിലയിലോ തള്ളിക്കളയാൻ പാടില്ല. മിമ്മാ കുന്തും തുഖ്ഫൂന മിനൽ കിതാബി വയഅഫു അൻ കസീർ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നുണ്ട്. വയഅഫു, അവൻ മാപ്പ് നൽകുന്നുണ്ട്, അൻ കസീർ, പല കാര്യങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? അത് ബക്കറയിൽ നമ്മൾ പഠിച്ചു. എന്താണ്? ആരെങ്കിലും അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കൊടിയ അക്രമിയാണ് എന്നാണ്. അതിന് പകരം എന്ത് ചെയ്യണം? നേരത്തെ മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പറയണം, ഉച്ചത്തിൽ പറയണം, ഉറക്കെ പറയണം, ഊന്നി പറയണം. പറഞ്ഞുകൊണ്ട് അതിനെന്ത് ചെയ്യണം? ഞാൻ പണ്ട് പറഞ്ഞു പോയി, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കണം. അതുവരെ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കൂല എന്നാണ്. അപ്പൊ പല കാര്യങ്ങളിലും അള്ളാഹ് എന്ത് ചെയ്യുന്നു? വിട്ടുവീഴ്ച ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അതെന്താണ്? നിസ്സാരമായ കാര്യങ്ങളിലായിരിക്കും. അത് ജാഅക്കും മിനല്ലാഹി നൂർ വകിതാബുൻ മുബീൻ. എന്താണ്? അള്ളാഹ് തന്നിരിക്കുന്ന കിതാബ് എന്ന് പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണ്. സ്വയം പ്രകാശിക്കുന്നതാണ് നൂർ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞു. പ്രകാശിക്കുന്നതാണ്. അപ്പൊ എന്താണ്? എല്ലാ നിലയ്ക്കും പ്രകാശം നൽകുന്നതാണ്, ജീവിതത്തിന് പ്രകാശം നൽകുന്നതാണ് ദൈവിക ഗ്രന്ഥങ്ങൾ. മിനല്ലാഹി നൂറുൻ വ കിതാബുൻ മുബീൻ, ഗ്രന്ഥവും നൽകിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നൂറ് ഏതാ? ഇവിടെ നൂർ എന്ന് പറയുന്നത് പ്രവാചകനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വ കിതാബുൻ മുബീൻ, നൂറുൻ വ കിതാബുൻ മുബീൻ. പ്രവാചകനും വന്നിട്ടുണ്ട്, കൂടാതെ കിതാബും മുബീനും വന്നിട്ടുണ്ട്. യഹ്ദി ബിഹില്ലാഹു, അത് ആ കിതാബ് മുഖേന എന്ത് ചെയ്യുന്നു? യഹ്ദി ബിഹി, അത് മുഖേന അവൻ നയിക്കുന്നു, അള്ളാഹ് നയിക്കുന്നു. മനിത്തബ, അതിനെ പിൻപറ്റിയവനെ, ആ നൂറിനെയും കിതാബിനെയും പിൻപറ്റിയവന് എന്ത് ചെയ്യുന്നു? അള്ളാഹ് നയിക്കുന്നു, അത് മുഖേന നയിക്കുന്നു. ആ നൂറും കിതാബും മുഖേന നയിക്കുന്നു. മനിത്തബ, അതിനെ പിൻപറ്റിയവനെ റിദ്വാനഹു. മനിത്തബ റിദ്വാനഹു എന്നല്ല, മനിത്തബ റിദ്വാനഹു, അവന്റെ തൃപ്തിയെ പിൻപറ്റിയവനെ. മനിത്തബ പിൻപറ്റി, ഏതിനെ പിൻപറ്റി? റിദ്വാനഹു, അവന്റെ തൃപ്തിയെ പിൻപറ്റിയവനെ സുബുലസ്സലാമി, ഏതിലേക്ക് നയിക്കുന്നു? സുബുല, വഴി മാർഗങ്ങളിലേക്ക് നയിക്കുന്നു. സബീലിന്റെ ബഹുവചനം നേരത്തെ പഠിച്ചതാണ്, ചിലപ്പോൾ സംശയം ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തിരിക്കുന്നു മാത്രമേ. സബീൽ ബഹുവചനം സുബുൽ. സബീലിന്റെ പര്യായപദം എന്താണ്? ത്വരീഖുണ്ട്. ഇതെല്ലാം പര്യായപദങ്ങളാണ്. ഈ മൂന്ന് പദങ്ങളും മാറിയും തിരിഞ്ഞും ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സുബുലസ്സലാം, സമാധാനത്തിന്റെ പാതകൾ. ഇപ്പൊ ഇവിടെ സുബുൽ എന്ന ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സുബുലസ്സലാം. സിറാത്തും മുസ്തഖീം എന്ന് പറഞ്ഞിടത്ത്, സൂറത്തു അൻആമിൽ പറഞ്ഞിടത്ത് 153-ാം സൂക്തമാണത്. വലാ തത്തബിഉ സുബുല എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ
ഫത്തബിഉഹു വലാ തത്തബിഉ സുബുൽ, ഇതാണ് എന്റെ നേർമാർഗം. വലാ തത്തബിഉ സുബുൽ, പല മാർഗങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? ഇവിടെ പല മാർഗങ്ങൾ കാണിച്ചു തന്നു. സുബുല അസ്സലാം, സമാധാനത്തിന്റെ, രക്ഷയുടെ, ശാന്തിയുടെ. അപ്പൊ ശാന്തിയുടെയും, ഇവിടെ എന്തിനാ ബഹുവചനം ഉപയോഗിച്ചത്? ശാന്തിയുടെയും സമാധാനത്തിന്റെയും രക്ഷയുടെയും ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ കാണിച്ചു തരാത്ത ഒരൊറ്റ മാർഗവും ഇല്ല. രക്ഷപ്പെടേണ്ടതായ എല്ലാ മാർഗങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. ആർക്ക്? മനിത്തബഅ റിദ്വാനഹു, അവന്റെ തൃപ്തി കാക്ഷിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തൃപ്തി ഫോളോ ചെയ്യുന്നവർക്ക്. മാത്രമല്ല അവർക്ക് കാണിച്ചു വയഖ്രിജുഹും മിനൽ ളുലുമാതി, അവരെ അന്ധകാരങ്ങളിൽ നിന്നും അവനെന്ത് ചെയ്യും? എവിടെ വായിച്ചിട്ടുണ്ട് നമ്മള്? യഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇതിന്റെ ആശയം അതിന്റെ തുടക്കം എന്താണ്? അല്ലാഹു വലിയുല്ലദീന ആമനു യഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അപ്പൊ അള്ളയാണ് അവരുടെ കൈകാര്യകർത്താവ്, വലിയ. അപ്പൊ ആ വലിയ എന്താ ചെയ്യുന്നത്? യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇവിടെ ബഹുവചനം, ളുലുമാത്ത് എന്ന ബഹുവചനം. പല നിലയ്ക്കുമുള്ള അന്ധകാരങ്ങളിലാണ് ജനങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പല നിലയ്ക്കുമുള്ള അന്ധകാരങ്ങളിൽ, പല നിലയ്ക്കുള്ള അന്ധകാരം, വിശ്വാസപരമായ അന്ധകാരം, വിദ്യാഭ്യാസപരമായ അന്ധകാരം, ആചാരപരമായ അന്ധകാരം, അങ്ങനെ എണ്ണമറ്റ അന്ധകാരങ്ങളാണ്. പലതരത്തിലുള്ള അന്ധകാരം, ആചാരാനുഷ്ഠാനങ്ങളുള്ള അന്ധകാരം. ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ കണ്ണു തുറന്നു നോക്കിയാൽ അന്ധകാരങ്ങൾ ഒരുപാട് എണ്ണം കാണാൻ പറ്റും. നാളെ നിങ്ങൾ നോക്കുക ഏതൊക്കെയാണ് അന്ധകാരം. വസ്ത്രധാരണത്തിലുള്ള അന്ധകാരം. വസ്ത്രധാരണം ഇപ്പൊ അന്ധകാരത്തിലേക്കല്ലേ പോകുന്നത്? ശിലായുഗത്തിലേക്കാണ് ഇപ്പൊ പോകുന്നത്. വസ്ത്രം കണ്ടുപിടിക്കാതിരുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു? മനുഷ്യനിലേക്ക് ഇലകളൊക്കെ പറിച്ച് അത് നാളം മറിച്ചിരുന്നു. ഇപ്പൊ അതിനും അപ്പുറത്തേക്കാണ് പോകുന്നത്. ആ ശിലായുഗത്തിന് മുമ്പത്തേക്ക് കാലത്തേക്കാണ്. അപ്പൊ എന്താണ്? അന്ധകാര യുഗമാണ്, ഡാർക്ക് ഏജ്. അതാണ് ഡാർക്ക് ഏജ്. അപ്പൊ ആ ഡാർക്ക്നെസ് എവിടെയൊക്കെ ഉണ്ട്? ഏതെല്ലാം മേഖലകളുണ്ട്? ആ മേഖലകളിലുള്ള എല്ലാ നിലയ്ക്കുമുള്ള യുഖ്രിജുഹും മിനൽ ളുലുമാത്, അന്ധകാരങ്ങളിൽ നിന്ന്. എണ്ണമറ്റ അന്ധകാരങ്ങളുണ്ട്. ആ അന്ധകാരങ്ങളിൽ നിന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ നമുക്കറിയാം. ആ സമ്പ്രദായങ്ങളും ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ സമ്പ്രദായങ്ങളിലേക്കാണ്, ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ സംഗതികളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതെല്ലാം എന്താണ്? യഥാർത്ഥത്തിൽ അന്ധകാരങ്ങളാണ്. അപ്പൊ അത്തരം ഏതെല്ലാം നിലയ്ക്കുള്ള അന്ധകാരങ്ങളുടെ അന്ധകാരങ്ങളിൽ നിന്നും ഇലൻ നൂർ, ഒരൊറ്റ പ്രകാശം, ഒരൊറ്റ പ്രകാശമുണ്ട്. അല്ലാഹു നൂറുസ് സമാവാത്ത് എന്ന് പറയും. ആ പ്രകാശത്തിലേക്കാണ് നയിക്കുന്നത്. അതെന്താണ്? അത് വെളിച്ചമാണ്, വെള്ളി വെളിച്ചമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയില്ലേ? ഈദിനില്ല എന്നും അറബികൾ അങ്ങനെ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിന് പകരം ഈദിനില്ല എന്ന് പറയും. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി, ബീദിനിഹി, അവന്റെ അനുമതിയോടുകൂടി. അവന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ അന്ധകാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാകൂ. അതിപ്പോ നമ്മൾ വിചാരിക്കും ഇങ്ങനെ വസ്ത്രം ധരിക്കാതിരിക്കുന്നതാണ് വെളിച്ചം. ശാസ്ത്രീയ യുഗത്തിൽ അശാസ്ത്രീയത പറയുന്നതാണ് വെളിച്ചം എന്ന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ കണക്കാക്കും. അപ്പൊ അതാണ് ബീദിനിഹി, അവന്റെ അനുമതിയോടുകൂടി. അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാകണം, ബോധോദയം ഉണ്ടായെങ്കിൽ മാത്രമേ ഹിക്മത്ത് കിട്ടണം. അങ്ങനെയാണ് അവർക്ക് ഹയർ കിട്ടുന്നത്. അത് ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതെന്താണ് എന്ന് മനസ്സിലാക്കൂ. അവന്റെ അനുമതിയോടുകൂടി അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് അവരെ എന്ത് ചെയ്യുന്നു? യുഖ്രിജുഹും, പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പൊ അവര് അവിടെ ചെളിക്കുണ്ടിൽ കിടക്കുകയാണ്, ആണ്ടുപൂണ്ട് കിടക്കുകയാണ്, അന്ധകാരത്തിൽ ആണ്ടുപൂണ്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരികയാണ്.
വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. വളവില്ലാത്ത, നമ്മള് അൽ-ഫാത്തിഹ പോലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വളവില്ലാത്ത ഋജുവായ നേർരേഖയിലേക്ക്, നേർ വിധിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇലാ സിറാത്തിൻ മുസ്തഖീം. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഇതേ സൂക്തം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മെമ്മറൈസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ അതിനുശേഷം എന്ത് പറയുന്നു, ആദ്യത്തെ പ്രാവശ്യം എന്താ പറഞ്ഞത്, രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് പറയുന്നത്, ഇത് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനപ്പാടാക്കാവുന്നേ ഉള്ളൂ. ലഖദ് കഫറ അല്ലദീന ഖാലൂ, നേരത്തെ പറഞ്ഞതുപോലെ തീർച്ചയായും എന്ന് ലാ ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ ഖദ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഫിഅൽ മാദി ഉപയോഗിച്ചത്. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമാണ് ദൈവം എന്ന് പറഞ്ഞവൻ സത്യനിഷേധിയായിരിക്കുന്നു. അവൻ നിഷേധിച്ചിരിക്കുന്നു, മറച്ചു വെച്ചിരിക്കുന്നു, നന്ദികേട് കാണിച്ചിരിക്കുന്നു. ഇതെല്ലാം അതിൽ വരും. കാരണം ആരാണ് മാലിക്കുൽ മുലൂക്ക്, രാജാതിരാജൻ? ആരാണ് ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് സൃഷ്ടിച്ചത്? ആരാണ് നിയന്ത്രിക്കുന്നത്? ആരാണ് സംവിധാനിച്ചിരിക്കുന്നത്? ഖാലഖുൽ ബാരിഉൽ മുസവ്വിർ ആയവൻ ആരാണ്? ഏതെങ്കിലും ഇപ്പൊ നമ്മള് അവസാനത്തെ ഉദാഹരണം എന്തായിരുന്നു? മനുഷ്യന്മാര് ലോകത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും പരീക്ഷിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല. 8 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് എതിരെ നീന്താൻ കഴിയുന്നില്ല. അവരാണെന്ത്? എന്താണ്? നേവി. മലയാളത്തിൽ എന്ന് പറയും, അവരാണ് നേവി. അവർക്കതിനെ അതിജയിക്കാൻ കഴിയുന്നില്ല. എന്തായിരുന്നാലും മുട്ടുമടക്കി പോയി. അപ്പൊ ഇതിനെ മുഴുവൻ സംവിധാനിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവന്റെ അടുക്കൽ ഇവരെല്ലാം മുട്ടുമടക്കുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് സമ്മതിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവനെക്കെതിരിൽ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറൊരാളെ ദൈവമായി കൽപ്പിക്കുന്നത് എന്താണ്? തികച്ചും നന്ദികേടാണ്, സത്യത്തെ മറച്ചു വെക്കലാണ്. അതാണ് സത്യനിഷേധവും, സത്യത്തെ മറച്ചു വെക്കലും നന്ദികേടും. അതാണ് ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പറയുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ ആ വിഷയങ്ങളെല്ലാം കൃത്യമായി യാതൊരു നിലയ്ക്കുമുള്ള സംശയത്തിന് ഇടയില്ലാത്ത വിധം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാഗമാണ് തൗഹീദ്. ആണ് ഖുർആന്റെ അടിസ്ഥാന നിയമമാണ്, അടിസ്ഥാന പ്രമാണമാണ്. അപ്പൊ അത് ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഭാഗമാണിത്. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹ് ഇബ്നു മറിയം. ഈസ ഇബ്നു മറിയമാണ്, മസീഹ് ഇബ്നു മറിയമാണ്, മറിയമിന്റെ പുത്രൻ ഈസ മസീഹാണ് ദൈവമെന്ന് പറഞ്ഞവൻ കാഫിറായിരിക്കുന്നു. ഖുൽ, പിന്നെന്താ പറഞ്ഞത്? ഫമൻ യംലികു മിനല്ലാഹി ശൈഅൻ. ഇവിടെ ചോദിക്കുന്നത് മറ്റൊരു കാര്യമാണ്. നേരത്തെ അടുത്ത സൂക്തത്തിൽ വരാൻ പോകുന്നത് വേറെ രീതിയിലാണ്. അതവിടെ ശ്രദ്ധിക്കണം. ഖുൽ ഫമൻ യംലികു മിനല്ലാഹി ശൈഅൻ. അള്ളയിൽ നിന്നും ആരാണ് എന്തെങ്കിലും ഉടമപ്പെടുത്തുന്നത്? ഫമൻ യംലികു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നും ഉടമപ്പെടുത്തുന്നവനാരുണ്ട്? മലക യംലികു ശൈഅൻ, എന്തെങ്കിലും, അല്പമെങ്കിലും. ഇൻ അറാദ അൻ യുഹ്ലിക്കൽ മസീഹ ഇബ്നു മറിയം, ഈ ഈസ മസീഹിനെ തന്നെ. ഇൻ അറാദ അൻ യുഹ്ലിക, അഹ്ലക യുഹ്ലികു, നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഇൻ അറാദ അവൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹ് ഉദ്ദേശിച്ചാൽ, അൻ യുഹ്ലിക്കൽ മസീഹ ഇബ്നു മറിയം, മറിയം അലൈഹിസ്സലാമിന്റെ മകൻ ഈസ അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ,
ഏതൊരുവനാണ് അള്ളാന്റെ അടുക്കൽ എന്തെങ്കിലും ഉപയോഗപ്പെടുത്തുന്നത്, എന്തെങ്കിലും രീതിയിൽ അധികാരം ഉണ്ടാവുക, ഉണ്ടാവുക, അധികാരമോ അവകാശമോ എന്തെങ്കിലും അള്ളാന്റെ അടുക്കൽ ഉണ്ടാകുന്ന ആരുണ്ട്, എന്തെങ്കിലും നിലയ്ക്ക് എന്തെങ്കിലും അധികാരമുള്ള ആരുണ്ട്, അതിന്റെ തടയാമെന്നർത്ഥം. ഉമ്മഹു, അദ്ദേഹത്തിന്റെ മാതാവിനെയും, ഇതിന് മറിയമിനെയോ അല്ലെങ്കിൽ മറിയമിനെ തന്നെയോ നശിപ്പിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ പറ്റുന്നവൻ, അധികാരമുള്ളവൻ, അവന്റെ അടുക്കൽ എന്തെങ്കിലും സ്വാധീനമുള്ളവൻ ആരുണ്ട്? അമാൻ ഫിൽ ജമിയ, ഭൂമിയിലുള്ളവരെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും ആർക്കും തടയാൻ കഴിയില്ല. അപ്പൊ ഭൂമിയിൽ ഉള്ളവരെ മുഴുവനുമോ ഈശബിന് മറിയമിന്റെ ഈസാ മസീഹിന്റെ മാതാവിനെയോ അദ്ദേഹത്തെ തന്നെയുമോ നശിപ്പിക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാനോ അല്ലെങ്കിൽ അതിന് എതിരിൽ എന്തെങ്കിലും അധികാരമോ അവകാശമോ ഉള്ള ആരും തന്നെ ഇല്ല. കാരണം എന്താ? ലില്ലാഹി മുൽക്കുസ്സമാവാതി വൽ അർദ്, അള്ളാഹ്ക്കുള്ളതാണ് മുൽക്കുസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ള ആകാശങ്ങളുടെ ആധിപത്യം. ആകാശങ്ങളുടെ ആധിപത്യം എന്ന് പറഞ്ഞപ്പോൾ മുഴുവനുമായി പ്രപഞ്ചം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്നതായി അത് മുഴുവൻ ഉൾപ്പെട്ടു. വൽ അർദ്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അർദ്, ഭൂമിയും, നിങ്ങൾ നിൽക്കുന്ന ഭൂമി, നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഖുർആന്റെ ശൈലി എന്ന് പറഞ്ഞാൽ ഒന്ന് പൂർണ്ണമായി പറഞ്ഞതിന് ശേഷം പിന്നെ ഒന്നിനെ എടുത്തു പറയുന്നു. അപ്പൊ അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ബൗദ്ധികമായൊരു സംഭവമാണ്. പല നിലയ്ക്കായിരിക്കും മനുഷ്യന്മാർ ചിന്തിക്കുക. സമാവാത്ത് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ വിചാരിക്കും ഞാൻ ആകാശത്തല്ല നിൽക്കുന്നതെന്ന് വിചാരിക്കും. ഞാൻ പല ക്ലാസ്സിലും ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങള് ആകാശത്തല്ല എന്നാണ് പലരും പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനിപ്പോ ആകാശത്ത് നിൽക്കുന്നത്. കാരണം ഭൂമി ആകാശത്താണ് നിൽക്കുന്നത്, ആ ഭൂമിയിലാണ് ഞാനുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൽക്കു സമാവാത്ത് എന്ന് പറഞ്ഞാല് ഭൂമിയും ഉൾപ്പെട്ടു. പിന്നീട് എന്ത് ചെയ്തു? ആമായതിന് പറഞ്ഞതിന് ശേഷം പിന്നെ ഖാസ് ആയതിന് പറയുക. എന്ന് പറഞ്ഞതിന് ശേഷം ഇബാദത്ത് പൂർണ്ണമായും പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു? പിന്നെ നമസ്കാരവും സക്കാത്തും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ മാനസിക അവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ടാണ് വീണ്ടും എടുത്തു പറയുന്നത്. ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ വിചാരിക്കും ഞാൻ ഭൂമിയിലാണ് നിൽക്കുന്നത്, ഞാൻ ആകാശമല്ല എന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ നീ നിൽക്കുന്ന ഭൂമി അടക്കം അല്ല, ഇനി അതിനിടയിലുള്ളതിനെയും. അപ്പൊ എന്താണ്? വീണ്ടും എംഫസൈസ് ചെയ്യാണ്, ഊന്നി പറയുകയും അത് മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്, എല്ലാം ഉൾപ്പെടുത്തി പറയുകയാണ്. അവയ്ക്കിടയിലുള്ളതിനെയും അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കും. ഈ പറഞ്ഞത് ആകാശത്തിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താം. അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ സൃഷ്ടിക്കും, അവനുദ്ദേശിക്കുന്നതിനാണ് അവൻ സൃഷ്ടിക്കുന്നത്. അപ്പൊ അവന്റെ ഇച്ഛ അനുസരിച്ചാണ് ഒരു സൃഷ്ടിപ്പുണ്ടാകുന്നത്. അപ്പൊ ഈസ ആയിരുന്നാലും അല്ലെങ്കിൽ മറിയമിന്റെ മകൻ ഈസ ആയിരുന്നാലും അദ്ദേഹത്തിന്റെ മാതാവ് ആയിരുന്നാലും ലോകത്തുള്ള എന്ത് വസ്തു ആയിരുന്നാലും അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം മാത്രമേ അത് സൃഷ്ടിക്കപ്പെടുന്നു. അവൻ ഉദ്ദേശിക്കുന്നതിനാണ് സൃഷ്ടിക്കുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണ്. ഇതാണ് ഈ ഭാഗം. ഇനി നിങ്ങൾ ആ അർത്ഥം വെച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗത്തിൽ നിങ്ങൾക്ക് സ്വന്തം അർത്ഥം പറയാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? ഇനി അടുത്ത പ്രാവശ്യം മുതൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ സ്വയം അർത്ഥം വെച്ച് നോക്കണം. ഒറ്റവാക്കർത്ഥം അറിയാം, പിന്നെ ആയത്തിന്റെ അർത്ഥം വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് സംശയമുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെയായി, അവിടെ എന്തുകൊണ്ട് ഫതഹ് വന്നു, എന്തുകൊണ്ട് കസർ വന്നു, ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ എല്ലാം നമുക്ക് മനസ്സിലായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടോ? 14 മുതൽ 17 വരെയുള്ള ഭാഗം കഴിഞ്ഞു. വേഗം കഴിഞ്ഞല്ലേ? ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് 2 പേജ് എടുക്കാം. നമുക്ക് വേഗം പഠിച്ചിട്ട് വേഗം തുടങ്ങാന്നുള്ളതാണ്. ഓക്കെ.
എന്ന് വല്ല വർക്ക് ചെയ്യാൻ വല്ലതും കിട്ടിയോ? തെരിയക്ക് സബീല് എന്നൊക്കെ എവിടെ പറഞ്ഞിരിക്കുന്നു? സിറാത്ത്. നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് കടന്നാൽ പിന്നെ പഴയ വിഷയം ഉണ്ടെന്ന് കേട്ടാ നിങ്ങൾ വേണേൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളാം. കാരണം പിന്നെ കോംപ്ലിക്കേഷൻ ആവും. നമ്മൾ ആദ്യം തരുന്നതാണ് വർക്ക്. ഇനിയിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയിട്ടിടാം. ഞാൻ വാജിബാകുന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തെ വിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എഴുതിയിട്ടിടാം. അപ്പൊ മറ്റുള്ളവർക്കും അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകും. ചിലർക്ക് എനിക്ക് തോന്നുന്നു ഇത്തഖുല്ലാഹൊക്കെ നോക്കിയിട്ട് വീണ്ടും പഴയ നിലയ്ക്ക് തന്നെ എഴുതി അയച്ച ആൾക്കാരുണ്ട്. ഇത്തഖുല്ലാ ആദ്യത്തെ ഒരാൾ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇത്തഖുല്ലാ പറഞ്ഞിട്ട് എന്ത് വിഷയം പറഞ്ഞിരിക്കുന്നു എന്നാണ്. ആ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി ഈ പോയിന്റ് എഴുതാം. ചില ആയത്തിന്റെ പരിഭാഷയൊക്കെ എഴുതില്ല, ആയത്തിന്റെ പരിഭാഷ ചെയ്യാൻ പറഞ്ഞില്ല. ആ സവാ സബീൽ എന്ന് സിറാത്തുൽ മുസ്തഖീം. അപ്പൊ അത് നോക്കുക, തെരിയക്ക് എവിടെ പറഞ്ഞിരിക്കുന്നു, സബീൽ എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നു, സിറാത്ത് എവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നു നോക്കുക. പിന്നെന്താ പറഞ്ഞത്? നൂർ. നൂർ എന്ന എന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്? നൂർ അത് നോക്കുക. അള്ളാഹു നൂർ സമാവാത്ത് എന്ന് പറഞ്ഞു, റസൂലിനെ കുറിച്ച് നൂർ എന്ന് പറഞ്ഞു, കിതാബിനെ കുറിച്ച് നൂർ എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 9:30 എന്നാണ് എന്നും മെസ്സേജ് വരുന്നത്. എന്നും 9:45 പോയിട്ട് 10 മണിക്കാണ് തീർക്കുന്നത്. എന്തെങ്കിലും 1/2 മണിക്കൂർ നേരത്തെ തീർക്കുന്നത്. അപ്പോ ഖുർആൻ പഠനം വളരെ എളുപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന സംഗതികളാണ്. അങ്ങോട്ട് പോകുമ്പോൾ ചില ഭാഗങ്ങളിലും ചിലപ്പോൾ നമുക്കറിയാത്ത ചില പദങ്ങൾ ഒന്നെന്ന് വരാം. 5 അതിൽ താഴെയോ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള 5 അതിൽ കുറവോ പ്രാവശ്യം ആവർത്തിച്ചുള്ള വാക്കുകളാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. ഖുർആനിലാകെ 5 അതിൽ താഴെ പ്രാവശ്യമോ 5 അതിൽ കുറവോ പ്രാവശ്യം വന്നിട്ടുള്ള വാക്കുകൾ നാം പ്രത്യേകം എടുത്തു പഠിച്ചിട്ടില്ല. അതേസമയം 5-ൽ കൂടുതൽ 10 വരെയുള്ളത് എന്തായാലും പഠിച്ചിട്ടുണ്ട്. അത് കൂടാതെ അമ്മ ജുസൂലി കുറെ അപൂർവ വാക്കുകൾ പഠിച്ചു. ഇപ്പൊ ഇത് പഠിക്കുന്നപ്പോഴും അതിൽ കുറെ അപൂർവ വാക്കുകൾ അൽമാഹിയിൽ. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ആശയം മനസ്സിലാക്കാനുള്ള സംഗതികളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഗ്രാമർ പഠിച്ചു കഴിഞ്ഞു, പരസ്പര പദങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അതിന്റെ എന്താ പറയാ സർഫ് എന്ന് പറയുന്ന പദങ്ങളുടെ പരിവർത്തനം പഠിച്ചു. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്വയം മനസ്സിലാക്കണം, ഗ്രഹിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നമ്മൾ സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടണം. സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഇടണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഒരാൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് പലർക്കും അങ്ങനെ ഉണ്ടാകാം. സംശയം എന്ന് പറയുമ്പോൾ ആ വാക്യത്തിന്റെ ആശയം നിങ്ങൾക്ക് അർത്ഥം വെച്ചിട്ട് മനസ്സിലാകാത്തതിനെ കുറിച്ചാണ്, അല്ലാതെ വ്യാഖ്യാനത്തിന്റെ വിഷയത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. വാക്കർത്ഥം പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശയം കിട്ടുന്നില്ലെങ്കിൽ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാണ് ഗ്രൂപ്പിലിടേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചത് എനിക്ക് എന്തായിരുന്നു ഒരു വിഷയം, ഞാനതിന് കറക്റ്റായിട്ട് മറുപടി പറഞ്ഞില്ല. കാരണം യഥാർത്ഥത്തിൽ എന്തല്ല നമ്മുടെ വിഷയമല്ല, അതിന് വ്യാഖ്യാനം നമ്മുടെ വിഷയം. നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ നേർക്ക് നേരെ മനസ്സിലാക്കണം. ആ മനസ്സിലാകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങൾ നീക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം.
ബാക്കി വ്യാഖ്യാനം നമ്മളെ ഒരുപാട് വ്യാഖ്യാന ഗ്രന്ഥങ്ങളാണ്. ഖുർആൻ ആദ്യം മനസ്സിലാക്കുക, പിന്നീട് വ്യാഖ്യാനത്തിലേക്ക് പോകുക. സംശയമൊന്നുമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഖുർആൻ പഠനം എളുപ്പമാക്കി തരട്ടെ. നമ്മുടെ മനസ്സിൽ ഒരുപാട് വാതായനങ്ങളുണ്ട്, കവാടങ്ങളുണ്ട്, അല്ലെങ്കിൽ ബന്ധനങ്ങളുണ്ട്. ആ ബന്ധനങ്ങൾ ഓരോന്നും അഴിയും തോറും നമുക്ക് ഓപ്പണിങ് കൂടുതൽ ഓപ്പണിങ് തുറസ് കിട്ടിക്കൊണ്ടേയിരിക്കും. വാതായനങ്ങൾ തുറക്കപ്പെടും. അങ്ങനെ തുറന്ന് പോകുമ്പോൾ നമുക്ക് വിശാലമായ തലത്തിലേക്ക് എത്താൻ കഴിയും. പിന്നെ ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകുന്ന പല ശങ്കകളും അല്ലെങ്കിൽ ആശങ്കകളും പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടായിരുന്നു അത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അതിന്റെ അർത്ഥം വരിക ചോദിച്ചാൽ ആ സംഗതിയൊക്കെ ഇപ്പോ പോയി. അപ്പൊ ഇതിന്റെ അന്തരാളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുക. പഠനം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും നമുക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവർക്കും ഒക്കെ അള്ളാഹ് അതിനനുസരിച്ചുള്ള പ്രതിഫലം നൽകട്ടെ. പ്രത്യേകിച്ച് ഈ മനഃപ്പാഠമാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹ് സൂര്യനേക്കാൾ പ്രകാശപൂരിതമായ കിരീടം അണിയിച്ചു കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു പ്രകാരം നമ്മുടെ മാതാപിതാക്കൾക്കും അത് ലഭിക്കട്ടെ. സ്വർഗത്തിൽ ഉന്നത ശ്രേണിയിൽ ഫിർദൗസിൽ അഅലയിൽ വസിക്കാൻ പ്രവാചകന്മാരോടൊപ്പം, സ്വാലിഹികളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാവിനൊപ്പം വസിക്കാൻ അള്ളാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ പറയാൻ വാക്കുകൾക്ക് അതീതമാണ്. അവരുടെ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹ് അവരെ കരകയറ്റട്ടെ. മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചു നിന്നുകൊണ്ട് മക്കളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് അവബോധം, ഉൾക്കാഴ്ചയും നൽകട്ടെ. പൊതുജീവൻ, ഹയാത്ത്, മഹീദ്ദീൻ എന്നൊക്കെ പറയുമല്ലോ, ദീനിനെ പുനരുജ്ജീവിപ്പിച്ച ആളെന്നൊക്കെ പറയും. അതേപോലെ ദീനിന് പൊതുജീവൻ ഉണ്ടാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير وكيل محمد وعلى آله وصحبه أجمعين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله.